വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. തിങ്കളാഴ്ച ഫിസിക്സ് എക്സാമാണ്. അപ്പോൾ ഫിസിക്സ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട 12 ഡെറിവേഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മസ്റ്റായിട്ടും ഈ 12 ഡെറിവേഷൻസ് നിങ്ങൾ പഠിക്കുക. സമയം നിങ്ങൾക്കിപ്പോൾ ഉണ്ട്, നന്നായിട്ട് പഠിക്കാനിരിക്കുക. സോ നമ്മൾ ഫാമിലി ഇപ്പോൾ 100K ഫാമിലി ആയിട്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെയൊക്കെ സ്പെഷ്യൽ വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ +2 സ്റ്റുഡൻസ് ഒക്കെ കമൻസിൽ ഇടുന്നുണ്ട്. ഫേസ് റിവ്യൂ നമ്മൾ എന്തായാലും അത് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. എന്തായാലും ഫേസ് റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ എന്തായാലും അത് ഉടൻ തന്നെ ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഇംഗ്ലീഷ് നിങ്ങളത് പഠിക്കാതിരിക്കരുത്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ പഠിക്കുക. കാരണം മിക്ക കുട്ടികൾക്കും ഇംഗ്ലീഷിൽ മാർക്ക് കുറവായിരിക്കും. A+ നഷ്ടമാവുന്ന സബ്ജക്റ്റ് കൂടിയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. കാരണം പബ്ലിക്ക് നമുക്കത് പഠിക്കണം. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പറ്റുന്നത്ര നിങ്ങൾ പഠിച്ചിട്ട് ബാക്കി നമുക്കിനി പബ്ലിക്കിന് പഠിക്കാം. അപ്പോൾ ആരും ഇംഗ്ലീഷിനെ നോക്കാതിരിക്കരുത്. ഇംഗ്ലീഷിൻ്റെ ഓൾറെഡി കുറേ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പ്ലേലിസ്റ്റ് നോക്കുക. അതിൽ കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ഫോർമാറ്റും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഫിസിക്സിന് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്ന് നമ്മൾ ഓൾറെഡി അപ്ലോഡാണ്. കുറേ കുട്ടികൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലും അത് കൊടുക്കാം. ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിലും കൊടുക്കാം അതിൻ്റെയൊക്കെ ലിങ്കുകൾ. അപ്പോൾ ടെലിഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുക. എജ് വാലറ്റ് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്കത് കിട്ടും. അതിൽ ഞാൻ നിങ്ങൾക്ക് കാണേണ്ട വീഡിയോസ് അപ്പോൾ തന്നെ ഷെയർ ചെയ്ത് തരാറുണ്ട്. പണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ വീണ്ടും ഞാൻ അതിൽ തന്നെ ഇടാറുണ്ട്, നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ടതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഡെറിവേഷൻസ് ആണ്. ഏതൊക്കെ പഠിക്കുക എന്നുള്ള ഡെറിവേഷൻസ് ആണ് പറഞ്ഞിരുന്നത്. ഇതൊക്കെ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇതിലെ ഫസ്റ്റ് ടോപ്പിക് ഇതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാറുണ്ട്. എന്തായാലും ഒരു 3 മാർക്കെങ്കിലും മിനിമം ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ മിക്കതും നമുക്ക് ലാസ്റ്റായിട്ട് ഒരു 5 മാർക്കാണ് സാധാരണ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100% വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അടുത്തത് പ്രൊജക്ടൈൽ മോഷനാണ്. പ്രൊജക്ടൈൽ മോഷനിൽ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ, അല്ലെങ്കിൽ ഹൊറിസോണൽ റേഞ്ച്. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാവാൻ ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ 3 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് മോഷൻ ഓഫ് എ കാർ ഓൺ ബാങ്ക്ഡ് റോഡ്. ഇതും കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. 4 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബാങ്ക്ഡ് റോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 നമ്മൾ ഓൾറെഡി അപ്ലോഡഡ് ആണ്. എല്ലാവരും ഇത് കാണണം. നിങ്ങൾ ഇനിയുള്ള കുറച്ച് സമയം ഈ ഡെറിവേഷൻസ് നന്നായി ചെയ്ത് പഠിക്കും. മോഡൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ 12 ഡെറിവേഷൻസ് എനിക്കറിയാം, അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആയതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, ഓരോ ലിങ്ക് നിങ്ങളെടുത്ത് കാണുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഡെറിവേഷൻ ആണ്. 3 മാർക്ക് വരെ നമുക്ക് ചോദിക്കാറുണ്ട്, ഓൾറെഡി അപ്ലോഡഡ് ആണ്. അടുത്തത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബോവ് ദ സർഫസ് ഓഫ് എർത്തും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ദ സർഫസ് ഓഫ് എർത്തും. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോഴൊക്കെ 2 ചോദിച്ച് കണ്ടിട്ടുണ്ട്. ചോയ്സ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ 2 ചോദിക്കാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾറെഡി അപ്ലോഡഡ് ആണ്. അടുത്തത് എസ്കേപ്പ് സ്പീഡും ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഇത് നമ്മൾ ഇട്ടിട്ടില്ല, ഉടൻ തന്നെ ഇടാം. ഇത് നമുക്ക് ചോദിക്കാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ ചാപ്റ്ററിലെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അടുത്തത് ഇതാണ് എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ്. നമുക്കിത് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസിൻ്റെ ഡെറിവേഷൻ ചോദിക്കാം. അടുത്തത് എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ, തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററാണ്. അതിലെ കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി ചോദിക്കാറുണ്ട്. മിക്കതും ചോദിക്കാറുണ്ട്, കുറേ പ്രാവശ്യം ചോദിക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വർക്ക് ഡണ്ണും ചോദിക്കുക കേട്ടോ. വർക്ക് ഡൺ ഓൺ കാർനോട്ട് എഞ്ചിൻ എന്നൊക്കെ ചോദിക്കാം. അതേപോലെ ആ ചാപ്റ്ററിൽ അഡയബാറ്റിക് പ്രോസസ്സ് ഉണ്ട്. അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ണ് ചോദിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അടുത്തത് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. സിമ്പിൾ പെൻഡുലത്തിൽ ഇത് കുറേ പ്രാവശ്യം ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഇട്ടിട്ടില്ല, നമുക്കിടാം. ഈ 3 ടോപ്പിക്ക് നമ്മൾ ഇട്ടിട്ടില്ല. അടുത്ത വീഡിയോസിലായിട്ടൊക്കെ ഞാൻ ഈ ഒരു ഡെറിവേഷൻസ് ഓരോ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇടാം. എല്ലാം കൂടി ഇടുമ്പോൾ നിങ്ങൾക്ക് കുറേ ലെങ്തി ആവില്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇടാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് റെഡ്യൂസ് ഇൻ എക്സ്പ്രഷൻ ഫോർ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം യൂസിങ് ഡയമെൻഷൻസ്. ഇത് 2nd ചാപ്റ്ററിലാണ്. ഇത് ഓസിലേഷൻ എന്നുള്ള ചാപ്റ്ററിലാണ്. ഇവിടെ ഡയമെൻഷൻസ് വെച്ച് ചെയ്യാൻ പറയുമ്പോൾ നമ്മളത് 2nd ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഡയമെൻഷൻസിനൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിപ്പോൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പ്ലേലിസ്റ്റിലുള്ള നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ഫിസിക്സിൻ്റെ പ്ലേലിസ്റ്റ് പോവുക. അതിലുള്ള ഓരോ വീഡിയോസും എടുത്ത് കാണുക. ഓരോന്നിലുണ്ട് ഷുവർ ക്വസ്റ്റ്യൻസ്.
ഒക്കെ ഷോർട്ടായിട്ടുള്ള വീഡിയോസാണ്, മസ്റ്റായിട്ടും കാണുക, യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഇനി നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി ഫോക്കസ് ചെയ്ത്, അതായത് മെയിനായിട്ടുള്ള പാഠങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ട്. ബാക്കി ഇടാത്ത കുറേ പാഠങ്ങൾ കൂടിയുണ്ട്. അത് നമ്മളിങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇടാം. നാളെ കുറച്ച് മോർ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ഞാൻ നാളെ വരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ, ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സ്പെഷ്യൽ വീഡിയോസ്, ഫേസ് റിവ്യൂലൊക്കെ ഉടൻ തന്നെ നമുക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.